റഷ്യയുമായി ചേർന്ന് ചന്ദ്രനിൽ ഒരു ആണവ നിലയമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് റഷ്യയും ചൈനയും. അവർ അവിടെ ഒരു ആണവ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതികളുമായി ഏറെക്കാലമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ പ്രത്യേകമായി പറയേണ്ടത് നാസയുടെ ആർട്ടിമിസ് എന്ന ദൗത്യത്തിനുള്ള ഒരു വലിയ വെല്ലുവിളി ഉയർത്തുക. ഈ ഒരൊറ്റ ലക്ഷ്യം തന്നെയാണ് ഈ സഹകരണത്തിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിലൂടെ ഒരു പുതിയ അധ്യായം ബഹിരാകാശത്ത് കൂടി കുറിക്കാൻ തുടങ്ങുകയാണ് രണ്ടു രാജ്യങ്ങളും. നാസയെ പിന്നിലാക്കാൻ ചൈന നടത്തിയ കരുനീക്കത്തിന് എന്ത് വില കൊടുത്തും അതിശക്തമായ തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും തന്നെ അമേരിക്കയ്ക്ക് മുന്നിലില്ല. അങ്ങനെ രണ്ടാം ബഹിരാകാശ മത്സരത്തിനായി അമേരിക്ക കോപ്പുകൂട്ടുകയാണ്. ആണവ നിലയം ചന്ദ്രനിൽ തന്നെ സ്ഥാപിക്കാനുള്ള പദ്ധതി കൂടുതൽ വേഗത്തിലാക്കാൻ അവർ ശ്രമം നടത്തുന്നു. അമേരിക്കൻ ഗതാഗത സെക്രട്ടറിയും ഇപ്പോൾ നാസയുടെ ആക്ടിംഗ് തലവനുമായിട്ടുള്ള ഷാൻ ഡഫിയാണ് ഈ പദ്ധതി പ്രഖ്യാപനം ഉടൻ നടത്തുമെന്ന സൂചനകൾ ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നാസയുടെ തലവൻ എന്ന നിലയിൽ ആദ്യമായി തന്നെ നടത്തുന്ന ഡഫിയുടെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ചന്ദ്രനിൽ ഒരാണവ റിയാക്ടറിന്റെ നിർമ്മാണം, ആ കരുനീക്കം വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം തന്നെ പറഞ്ഞ ആ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ബഹിരാകാശ മത്സരം, രണ്ടാമത്തെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇത്തരം വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഉദ്യമത്തിലേക്ക് തന്നെയാണ് അമേരിക്ക കാലെടുത്ത് വയ്ക്കുന്നത്. ഉറപ്പായും ചൈനയെയും റഷ്യയെയും വെട്ടി മുന്നേറിയില്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ച് അത് ആഗോള തലത്തിലേൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായി തന്നെ കരുതേണ്ടി വരും. ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുന്നതിനേക്കാൾ നാണക്കേട് അമേരിക്കയ്ക്ക് ഒരു പക്ഷേ ഇതിലൂടെ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 2030 തന്നെയാണ് വർഷമായി കണക്കാക്കിയിരിക്കുന്നത്. ഈ ഒരു ടാർഗറ്റോടുകൂടി ചന്ദ്രോപരിതലത്തിൽ 100 കിലോവാട്ട് ആണവ റിയാക്ടർ സ്ഥാപിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് പദ്ധതിയിലൂടെ നാസ മുന്നിൽ കാണുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികൾ ലക്ഷ്യമിട്ടിരുന്ന ഊർജ്ജ ഉൽപാദനത്തിന്റെ ഏകദേശം 3 ഇരട്ടിയോളം ഇപ്പോൾ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചാൽ മനുഷ്യൻ അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിലൊന്നായിട്ടുള്ള ചന്ദ്രനിലെ വാസസ്ഥലങ്ങൾക്ക് നമുക്ക് ഊർജം പകരാൻ സാധിക്കുകയും അതിലൂടെ തന്നെ അവിടെ വാസയോഗ്യമായ ഒരു മേഖല ഉണ്ടാക്കിയെടുക്കാനായുള്ള കുതിപ്പുകൾക്ക്, ആ യജ്ഞത്തിന് വലിയൊരു ഊർജം പകരുമെന്ന കാര്യത്തിലും സംശയമില്ല. ബഹിരാകാശ യാത്രികരെ പിന്തുണയ്ക്കാനും അതുപോലെ തന്നെ ശാസ്ത്ര വ്യവസായ സംരംഭങ്ങൾക്ക് ഇന്ധനം നൽകാനും സഹായിക്കുന്ന ഒരു സ്ഥിര ഊർജ കേന്ദ്രമായി ഈ ആണവ റിയാക്ടറെ മാറ്റിയെടുക്കാനായി അവർക്ക് സാധിക്കും. ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും സംയുക്ത ചാന്ദ്ര ദൗത്യം, അതിനെ അട്ടിമറിക്കാനും അതിന് മുന്നോട്ടായി കുതിക്കാനും അതിൽ നിന്നുണ്ടാകുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള അടിയന്തര നീക്കം ഇപ്പോൾ നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ചൊവ്വയിലും ചന്ദ്രനിലും അത് ആധിപത്യം ഉറപ്പിക്കുന്നെങ്കിൽ അത് അമേരിക്ക തന്നെ ആയിരിക്കണമെന്നുള്ള വാശി ഇതിനോടകം തന്നെ അവർ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ചൈനയാകട്ടെ സ്വതന്ത്രമായി ഇതിനു വേണ്ടിയിട്ടുള്ളൊരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രനിൽ അങ്ങനെ ഒരു ആണവ റിയാക്ടർ നിർമ്മിക്കാനുള്ള കൃത്യമായ ചിലവടക്കം പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും കോടാനുകോടി ഡോളർ ഇതിന് വേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2022 നാസ $5 മില്യൺ 3 കരാറാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓരോ വാണിജ്യ പങ്കാളിയോടും റിയാക്ടർ, അതിൻ്റെ വിശദവിവരങ്ങൾ, പ്രതീക്ഷിക്കുന്ന ചിലവ്, നിർമ്മാണത്തിൻ്റെ സമയക്രമം, അങ്ങനെയുള്ള ഒരു വലിയ ക്രൈറ്റീരിയ തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതനുസരിച്ചുകൊണ്ട് ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ നിന്നും മുന്നിലേക്ക് പോകാനുള്ള സാധ്യത മാത്രമാണ് ഇനി കൂടുതലായിട്ടുള്ളതെന്നുള്ള വ്യക്തമായൊരു ധാരണ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുകൊണ്ട് ഇനിയിപ്പോൾ എത്ര തന്നെ ചിലവ് വന്നാലും ചൈനയെയും റഷ്യയെയും മറികടന്നുകൊണ്ട് തങ്ങൾക്ക് തന്നെ അവിടെ ആധിപത്യം ഉറപ്പിക്കണം എന്നുള്ള ഒരു പ്രാഥമിക രൂപരേഖ തന്നെയാണ് വികസിപ്പിച്ചിട്ടുള്ളത്. നാസയുടെ പദ്ധതി ഏകദേശം $93 ബില്യൺ ചിലവ് കണക്കാക്കുന്നത്. വലിയ ആർട്ടിമിസ് പദ്ധതിയുടെ ഭാഗമാണ് ഈ നടപ്പിലാക്കുന്നതെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ആർട്ടിമിസ് എന്ന് പറയുമ്പോൾ ഒരു നീണ്ട ഇളവേളയ്ക്ക് ശേഷം ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ്. എന്തുകൊണ്ട് ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയതിനു ശേഷം അമേരിക്കയ്ക്ക് പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല, അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ഏറെ ദുരൂഹമായി തന്നെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പല വസ്തുതകളും അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ അതിനെയൊക്കെ തന്നെ മറികടക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് ബഹിരാകാശ രംഗത്തെ സഹകരണം പുനർനിർവചിക്കാനായി ചൈനയും റഷ്യയും ചേർന്നുകൊണ്ട് ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ആർട്ടിമിസിന് അതിനു മുന്നോടിയായി തന്നെ റഷ്യയുമായി ചേർന്നുകൊണ്ട് രാജ്യാന്തര ചന്ദ്ര ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ചൈന ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ ഗവേഷണ കേന്ദ്രത്തിന് വേണ്ടി ചന്ദ്രനിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആണവ നിലയത്തിന്റെ പ്രാഥമിക രൂപരേഖ നേരത്തെ തന്നെ ചൈന അവതരിപ്പിച്ചതാണ്. അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഏത് രീതിയിലായിരിക്കും അത് മുന്നോട്ട് പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെ, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ചൈന പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. 17 രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുത്ത യോഗത്തിന്റെ
ദൗത്യത്തിന്റെ ചീഫ് എഞ്ചിനീയറാണ് ഈ രൂപരേഖയെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തുവിട്ടത്. ചൈനയുമായി ചേർന്നുകൊണ്ട് 2035 മുൻപ് തന്നെ ആണവ നിലയം സ്ഥാപിക്കുമെന്നാണ് റഷ്യൻ സ്പേസ് ഏജൻസി റോസ്കോസ്മോസും കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞത്. എന്നാൽ അമേരിക്ക 2030 ഈ ഒരു പദ്ധതി കൂടുതൽ തിടുക്കപ്പെട്ട് നടത്തുന്നതിന്റെ കാരണം കൂടി ചൈനയെയും റഷ്യയെയും മറികടക്കാൻ വേണ്ടി തന്നെയാണ്. 2030 ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുക എന്നുള്ളതല്ല, പകരം അവിടെ ഒരു സ്ഥിരം ബഹിരാകാശ കേന്ദ്രം നിർമ്മിക്കുക, ഒരു താവളം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ചാങ് 8 എന്ന ദൗത്യത്തിനും ചൈന തയ്യാറെടുക്കുന്നുണ്ട്. ആ ദൗത്യം വിജയകരമാവുകയാണെങ്കിൽ ചന്ദ്രനിൽ സ്ഥിരമായി തന്നെ മനുഷ്യനെ നിർത്താനായി സാധിക്കും. അങ്ങനെ മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കുന്ന ആദ്യ രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈന കയറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിനെ അട്ടിമറിക്കാനും ഇതിന് മുന്നോടിയായി തന്നെ മറ്റ് നീക്കങ്ങൾ നടത്താനും പ്രതിരോധം ഘടിപ്പിക്കാനുമുള്ള എല്ലാ സാധ്യതയും വർദ്ധിച്ചു വരികയാണ്. അമേരിക്കയുടെ പദ്ധതി ചന്ദ്രനിലെ വിഭവ സമ്പന്നമായ പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം അമേരിക്ക തടയുന്ന സാഹചര്യം ഭാവിയിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് നിലവിൽ ആശങ്ക ഉയരുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് പോലും പ്രവേശമില്ലാത്ത രീതിയിൽ ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഭാവിയിൽ ഉയർത്തിയേക്കുമോ എന്ന ആശങ്കയടക്കം, അതും ചന്ദ്രനിലുണ്ടാകുമോ എന്ന ആശങ്കയടക്കം പ്രത്യേകിച്ച് ഈ ട്രംപിൻ്റെ സാഹചര്യത്തിൽ ഏവരും ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിന് മുന്നോടിയായി തന്നെ ചൈനയ്ക്കും റഷ്യയ്ക്കും അവിടെ എത്തേണ്ടത് അനിവാര്യമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും അമേരിക്കയുമായി ഇടഞ്ഞു നിൽക്കുന്ന മറ്റ് ലോകരാജ്യങ്ങളടക്കം ഇക്കാര്യം രഹസ്യമായാലും പരസ്യമായാലും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിപ്പോൾ രണ്ടാം ബഹിരാകാശ മത്സരത്തിൽ വിജയിക്കേണ്ടതിനെക്കുറിച്ചാണ് നാസയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചിരിക്കുന്നത്. ചന്ദ്രനിൽ ഒരു ആണവ റിയാക്ടർ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് വളരെ കാലം മുൻപ് തന്നെ നാസ ആലോചിച്ച് തുടങ്ങിയതാണ്. പക്ഷേ വലിയ തോതിലുള്ള ഒരു ബജറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അടിത്തറയ്ക്ക് തന്നെ വിള്ളലേൽപ്പിക്കും എന്നുള്ളത് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഭയമായിരുന്നു ഇത്രയും കാലം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഇനിയും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ തങ്ങളെ മറികടന്നുകൊണ്ട് മറ്റു ശക്തികൾ മുന്നിലേക്ക് വരുമെന്ന ഭയം തന്നെയാണ് അമേരിക്കയെ കൊണ്ട് ഇതിനെ പ്രേരിപ്പിക്കുന്നത്. ഇലോൺ മസ്കുമായിട്ടുള്ള തർക്കത്തിന് പിറകെ ജൂലൈയിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ ഡെഫിയെ നാസയുടെ ഇടക്കാല മേധാവിയായി നിയമിച്ചുകൊണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് നൽകുകയായിരുന്നു. ഏറെ കാലപ്പഴക്കം ചെന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് വേഗത്തിൽ തന്നെ ഒരു പകരക്കാരനെ കണ്ടെത്തണമെന്നും ഡെഫി കൃത്യമായി പറയുന്നു. നാസയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇക്കാര്യവും. ഈ ശ്രമങ്ങളൊക്കെ തന്നെ ചേർത്തുകൊണ്ട് ചന്ദ്രനിലേക്കും അമേരിക്കയിലേക്കുമുള്ള കമാനം തുറക്കാനായി, വാതിൽ തുറന്നിടാനായി മുന്നേറ്റം കൂടുതൽ വേഗത്തിലാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന എല്ലാ സൂചനകളും പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ തന്നെ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അത് റഷ്യയ്ക്ക് നേരെ ഉയരുന്നു. ആണവ അന്തർവാഹിനി ഉത്തരവിന് പിറകെ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന ഒരു സൂചന റഷ്യയും നൽകി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക ഒരു പ്രകോപനം സൃഷ്ടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ എന്തുകൊണ്ടും തയ്യാറെടുക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും വരുന്നത്.